കഴിഞ്ഞ ദിവസം ബ്രസീൽ അവരുടെ ആദ്യ ജയം സ്വന്തമാക്കിയിരുന്നു. പക്ഷേ ആ ജയത്തിന്റെ ആഹ്ലാദങ്ങൾക്കിടയിലും അവർക്ക് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നു. അവരുടെ സൂപ്പർ താരം റഫീഞ്ഞയുടെ പരിക്ക് അടുത്ത മത്സരത്തിൽ താരത്തിന് നഷ്ടമാകുമെന്ന റിപ്പോർട്ടുകൾക്ക് മുമ്പ് താരം ഫിറ്റ്നസ് വീണ്ടെടുക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ബ്രസീലിന് നിരാശ നൽകുന്നതായിരുന്നു സൂപ്പർ താരം റഫീഞ്ഞയുടെ പരിക്ക്. മത്സരത്തിന്റെ 40-ാം മിനിറ്റിൽ കടുത്ത വേദനയെ തുടർന്ന് താരം കളം വിട്ടു. തുടർന്ന് നടത്തിയ വിശദമായ സ്കാനിങ്ങിലാണ് വലത് തുടയിലെ പേശിക്ക് പരുക്കേറ്റതായി ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ സ്ഥിരീകരിച്ചത്. താരം ലോകകപ്പിൽ നിന്ന് പൂർണ്ണമായി പുറത്തായിട്ടില്ലെന്നത് ആരാധകർക്ക് ആശ്വാസമാണ്. ജൂൺ 24-ന് സ്കോട്ട്ലൻഡിനെതിരെ നടക്കാനിരിക്കുന്ന അവസാന ഗ്രൂപ്പ് മത്സരം താരത്തിന് തീർച്ചയായും നഷ്ടമാകും. 2 ആഴ്ചയെങ്കിലും പുറത്തിരിക്കേണ്ടി വരും. അതായത് ബ്രസീൽ പ്രീ ക്വാർട്ടറിലെത്തിയാൽ മാത്രമേ റഫീഞ്ഞയുടെ സേവനം ലഭിക്കുകയുള്ളൂ. ദേശീയ ടീമിന്റെ മെഡിക്കൽ സംഘത്തിന് നേരിട്ടുള്ള മേൽനോട്ടത്തിൽ റഫീഞ്ഞയ്ക്ക് പ്രത്യേക ചികിത്സാ പ്രോട്ടോകോൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണയ്ക്കായി മികച്ച ഫോമിലായിരുന്നെങ്കിലും പരിക്കുകൾ റഫീഞ്ഞയെ നിരന്തരം വേട്ടയാടിയിരുന്നു. ഹാംസ്ട്രിങ് ഇഞ്ചുറി തന്നെയായിരുന്നു അന്നും വില്ലൻ. കഴിഞ്ഞ മാർച്ചിൽ ഫ്രാൻസിനെതിരായ സൗഹൃദ മത്സരത്തിനിടയിലും സമാനമായ രീതിയിൽ പരുക്കേറ്റു. പരുക്കുമാറി സൂപ്പർ താരം നെയ്മർ അടുത്ത മത്സരത്തിൽ കളിക്കാനിറങ്ങും. അതിനിടെയാണ് ടീമിന് തലവേദനയായി റഫീഞ്ഞയുടെ പരുക്ക്. റഫീഞ്ഞയ്ക്ക് പകരക്കാരനായി 19-കാരൻ റയാനെയോ അതല്ലെങ്കിൽ എൻട്രിക്കിനെയോ ആദ്യ 11-ൽ ഉൾപ്പെടുത്താനാണ് സാധ്യത. ഹെയ്ത്തിക്കെതിരായ മത്സരത്തിൽ പകരമിറങ്ങി ആദ്യ മത്സരത്തിൽ മൊറോക്കോയുടെ സമനില വഴങ്ങിയ ബ്രസീൽ നിലവിൽ 4 പോയിന്റോടെ ഗ്രൂപ്പ് സിയിൽ 1-ാം സ്ഥാനത്താണ്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.